എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഫിഷ് 65 ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാടൻ രീതിയിൽ നമുക്ക് എങ്ങനെ വീടുകളിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായി നമ്മൾ നെയ്മീൻ എടുത്തിട്ടുണ്ട്. ഒരു പോർഷനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സിങ്ങിലേക്ക് കടക്കാം. ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു ലൈം ജ്യൂസ് ഒഴിക്കുകയാണ്. ഒരു നാരങ്ങയുടെ പകുതി ലൈം ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ചെറിയ പോർഷൻ ആയതുകൊണ്ടാണ് നമ്മൾ എല്ലാം 1/4 ടീസ്പൂൺ വെച്ചിടുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഫിഷ് മസാലയും കൂടി ചേർക്കുകയാണ്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും പെപ്പറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തിരുമ്മി നമ്മൾ ചിക്കൻ തിരുമുന്ന പോലെ ബലത്തിൽ തിരുമല്, ചെറിയ രീതിയിലാണ് തിരുമ്മിയെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഫിഷ് പൊടിഞ്ഞു പോകും. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് 1/4 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. കോട്ടിങ് കൊണ്ട് നമ്മൾ മുട്ട ചേർക്കുന്നില്ല. മുട്ട ചേർക്കാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് പിന്നെ ഫ്രീസറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. നമ്മളിത് ഫ്രീസറിൽ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ 65 നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നെയ്മീനാണ് നമ്മൾ ഫിഷ് 65 എടുത്തിരിക്കുന്നത്. നല്ല ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ഇന്നുണ്ടാക്കിയ ഫിഷ് 65 എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ സിമ്പിൾ രീതിയിലായിട്ട് ചെറിയൊരു മിനി റെസിപ്പി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റമായി കാണുന്നതാണ്.